നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം ഗവിധ്വജംബുവരസാരഭക്ഷണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര, ഓം മഹേശ്വരായ, ഓം പാർവതീയമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം സുബ്രഹ്മണ്യസ്വാമി നമോ നമഃ. ഓം അയ്യപ്പസ്വാമി നമോ നമഃ. കാളിദേവിയും ദുർഗാദേവിയമ്മേ അന്നപൂർണേശ്വരി ഭഗവതിയെ നമോ നമഃ. ഹനുമാൻസ്വാമി നമോ നമഃ. ഓം കാവദേവങ്ങളെ നമോ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 മാർച്ച് അവസാന ആഴ്ചയിൽ രൂപപ്പെടുന്ന ഗജകേസരി യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 രാശിക്കാർക്ക് വമ്പൻ ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം വന്നു ചേരുന്ന സുന്ദര മുഹൂർത്തത്തെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ വരുന്ന മാറ്റങ്ങൾ അങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മളെ സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിപ്പിക്കുവാൻ ഈശ്വരൻ തീരുമാനിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. ദുഃഖപൂർണമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദീനതയോടുകൂടിയുള്ള ഭഗവാനിലേക്കുള്ള വിളി നമുക്ക് പലപ്പോഴും ഇത്തരം യോഗങ്ങളുടെ രൂപത്തിൽ തന്നെ വന്ന് ഐശ്വര്യം നൽകുക എന്നുള്ളതാണ് ഭഗവത് ചൈതന്യങ്ങൾ തരുന്ന ഫലം എന്ന് പറയുന്നത്. തീർച്ചയായും എന്ത് ദുഃഖങ്ങളോ ദുരിതങ്ങളോ വന്നിരുന്നാലും ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും കടമയായി മാറിയാൽ ഉലകം തന്നെ സ്വർഗമായി മാറും എന്നുള്ളതിന് യാതൊരു മാറ്റവും വേണ്ട. അപ്പോൾ മാർച്ച് അവസാന ആഴ്ചയിൽ വന്നു ചേരുന്ന ഗജകേസരി യോഗത്തെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത്. മാർച്ച് അവസാന ആഴ്ചയിൽ രൂപപ്പെടുന്ന ഗജകേസരി യോഗം എന്ന് പറയുന്നത് വ്യാഴം മിഥുന രാശിയിൽ തന്നെ തുടരുകയും ചന്ദ്രൻ മിഥുന രാശിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ പറയുമ്പോൾ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ചേർച്ചയിലൂടെ ഉടലെടുക്കപ്പെടുന്ന യോഗം. വ്യാഴം ധനകാരകനാണ്, ഭാഗ്യകാരകനാണ്. ചന്ദ്രൻ അതുപോലെ തന്നെ അനുഗ്രഹ വർഷനായിരിക്കുന്ന ഗ്രഹമാണ്. തീർച്ചയായും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗജകേസരി യോഗം സൗഭാഗ്യദായകമായിട്ടുള്ള അനുഭവങ്ങളെയാണ് നമുക്ക് നൽകുന്നത്. 3 രാശിക്കാർക്കാണ് അത് ലഭിക്കുവാനുള്ള ഭാഗ്യം. വ്യാഴവും ചന്ദ്രനും ചേർന്ന് ഉണ്ടാകുന്ന ഗജകേസരി യോഗം പലതരത്തിലുള്ള അനുഭവ ഭാഗ്യങ്ങളെയാണ് നൽകുന്നത്. ഈ യോഗത്തിൻ്റെ സ്വാധീനം 3 രാശിക്കാർക്കാണ് അനുഭവവേദ്യമാകാൻ പോകുന്നത്. സമ്പൽ സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ പന്ഥാവിലൂടെ മുന്നോട്ട് നീങ്ങാനുള്ള ഭാഗ്യം 3 രാശിക്കാർക്കാണ്. മറ്റുള്ള രാശിക്കാർക്കും ഇതിൻ്റെ അനുഭവ ഗുണം വന്നു ചേരും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുകയും നമ്മുടെ ഭാഗ്യ വ്യവസ്ഥകൾക്ക് ക്ഷേത്രത്തിലെത്തി ഭഗവാനോട് യാചിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ 3 രാശിക്കാർക്ക് ലഭിക്കുന്നത് പോലെ അല്ലെങ്കിൽ കൂടി അത്യാവശ്യം ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മാറ്റി നിർത്തുവാൻ കഴിയുന്ന ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും. മിഥുനം രാശിയാണ് ആദ്യമായി നമുക്ക് നോക്കാനുള്ളത്.
മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് ഈ ഗജകേസരി യോഗം പല തരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങളാണ് നൽകുന്നത്. അതുപോലെ തന്നെ മിഥുനം രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യഫലങ്ങളുടേതായിരിക്കുന്ന അളവ് കൂടും എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ഉയർച്ചയാണ് ഇതിലൂടെ സംജാതമാകുന്നത്. ഭാഗ്യദായകമായ ഒട്ടനവധി വളർച്ചയ്ക്ക് നിദാനമാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. ഏത് മേഖലയാണ് അവർ കർമ്മ മേഖലയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആ കർമ്മ മേഖലയിൽ വലിയ വിജയമുണ്ടാകും എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ലഭിച്ചു കൊണ്ടിരിക്കുന്ന വേതനം അഥവാ ശമ്പളം വർദ്ധിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരും. നമ്മൾ ജോലി ചെയ്യുന്ന കർമ്മ മേഖലയിലെ മേലധികാരികൾക്ക് നമ്മളോട് തോന്നുന്ന അടുപ്പം, അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിലുള്ള ആത്മാർത്ഥത തുടങ്ങിയവയിലൂടെ ധാരാളം പ്രശംസനീയമായിരിക്കുന്ന അവാർഡുകളും സമ്മാനങ്ങളുമൊക്കെ ലഭിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങളെ ആത്മവിശ്വാസത്തോട് ഏറ്റെടുക്കുന്നതിന് കഴിയും. പിതൃ പൈതൃക സ്വത്ത് ഈ രാശിക്കാരുടെ കയ്യിലേക്ക് വന്നു ചേരും. മിഥുനം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം പല സന്തോഷദായകമായിരിക്കുന്ന അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. തൊടുന്നതെന്തും തന്നെ ഭാഗ്യത്തിലേക്ക് തന്നെ എത്തുക എന്നുള്ളതാണ് മിഥുനം രാശി നക്ഷത്രജാതർക്കുള്ള ഏറ്റവും വലിയ ഗുണം. അതുപോലെ തന്നെ മിഥുനം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുന്നതിനും പ്രചോദനപരമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരെ കൊണ്ടുവരുന്നതിനും എന്ന് വെച്ചാൽ മാനസികമായി ഡൗണായി കിടന്നിരുന്ന ആളുകളെ പോലും അവരെ ഉജ്ജീവിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകി മുന്നോട്ട് പോകാനുള്ള വഴി കാട്ടിക്കൊടുക്കുന്നതിൽ വളരെ വളരെ ഭാഗ്യം സിദ്ധിച്ചവരാണ് മിഥുനം രാശിക്കാർ. വ്യാഴൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി വന്നു ചേരുന്ന ഗജകേസരി യോഗം ഇതിനൊരു കാരണമാണ്. ഗജകേസരി യോഗത്തിലൂടെ ഈ നക്ഷത്രജാതർക്ക് വലിയ വലിയ ഭാഗ്യമാണ് വന്നു ചേരുന്നത്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗം വഴി ഉണ്ടാകുന്ന ഗജകേസരി യോഗത്തിലൂടെ ജീവിതത്തിനു തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്നലെ വരെ ജീവിച്ചിരുന്ന ആ വ്യവസ്ഥയ്ക്ക് വളരെ വളരെ മാറ്റം, കാഴ്ചപ്പാടുകളിൽ മാറ്റം, പ്രവർത്തനങ്ങളിൽ മാറ്റം, എല്ലാം സാമ്പത്തികമായ മേഖലകളിൽ എത്തപ്പെടുന്ന തരത്തിലേക്കുള്ള വഴികളിലേക്കുള്ള മാറ്റമാണ്. അലസത ബാധിച്ചിരുന്ന ആളുകൾക്ക് പോലും ആ അലസത മാറി ദൃഢമായിരിക്കുന്ന കർമ്മ മേഖലകൾ കണ്ടെത്തുവാൻ കഴിയും. അതിലൂടെ കുടുംബത്തിലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന മേന്മയ്ക്ക് കൂടുതൽ ഉണ്ടാക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണിത്. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങളിലേക്ക് ചിങ്ങം രാശിക്കാരായ നക്ഷത്രജാതർ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പ്രധാനമായും പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ശത്രുക്കളുടെ ശക്തി ക്ഷയിക്കുകയും ശത്രുക്കളായി നിന്നവർ മിത്രങ്ങളായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഗജകേസരി യോഗത്തിലൂടെ വന്നു ചേരുന്ന ഭാഗ്യം. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നിരവധി മാറ്റങ്ങളിലേക്ക് പോവുകയും ആ മാറ്റങ്ങൾ നിങ്ങളുടെ ഊർജത്തെ വർദ്ധിപ്പിക്കുകയും ധാരാളം ധനശേഷി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ സൗഭാഗ്യദായകമായിരിക്കുന്ന മാർഗങ്ങളിലൂടെ ധാരാളം പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഈ ഗജകേസരി യോഗത്തിലൂടെ വിധിയായി കാണുന്നുണ്ട്. ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാം എന്ന് വിചാരിച്ച് വലിച്ചുവാരി ലോട്ടറി എടുക്കാനൊന്നും പോകരുത്. അത്യാവശ്യം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങളുടേതായിരിക്കുന്ന ഇഷ്ടപ്പെട്ട നമ്പറുകൾ എടുത്തു നോക്കുക. തീർച്ചയായിട്ടും ഒരു വമ്പൻ ഭാഗ്യം വന്നു ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിലും ദിനചര്യയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. പുറം ഭക്ഷണം പൊതുവെ ഒഴിവാക്കുന്നതാവും നല്ലത്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതോടുകൂടി തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷം, കുടുംബ ജീവിതത്തിലെ സന്തോഷം, പഠനപരമായി വിദ്യാർത്ഥികൾ ഉയർന്നുയർന്നു പോകുന്ന നിലവാരത്തിലേക്ക് എത്തുന്ന സന്തോഷം തുടങ്ങി
യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യതയേറുന്ന ഒരു പ്രത്യേക വർഷമാണ് 2026. അതുപോലെ തന്നെ ഈ വ്യാഴൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും ചേർച്ചയിലൂടെ ഉണ്ടാകുന്ന ഗജകേസരി യോഗവും വളരെ വളരെ ഭാഗ്യദായകമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കും പറഞ്ഞ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം ലഭിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ അങ്ങനെ തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അത് ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയാനുള്ളത്. പിന്നെ നല്ല ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകാൻ ഈ രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് കഴിയും എന്നുള്ളതാണ്. സർവ്വസൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമാണ് ഈ ഗജകേസരി യോഗത്തിലൂടെ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നി രാശി. കന്നി രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി എത്തുന്ന ഗജകേസരി യോഗം വളരെ വളരെ ജീവിത മാറ്റങ്ങളിലേക്കുള്ള വഴിയാണ് തുറക്കുന്നത്. കടബാധ്യതകൾ ഒഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം കിട്ടും. അതുപോലെ തന്നെ വിനോദയാത്രകളിലും തീർത്ഥയാത്രകളിലും പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. വ്യാഴൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി എത്തുന്ന ഗജകേസരി യോഗം ധാരാളം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് തുടക്കം കുറിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കുട്ടികൾ, ദാമ്പത്യം, പ്രണയം തുടങ്ങിയവ വളരെ ആധികാരികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയുന്നതാണ് ഈ ഗജകേസരി യോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. ദീർഘകാലങ്ങളായി അനാവശ്യ ചെലവുകൾ നടന്നുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ചിലവുകൾ ഇല്ലാതാവുകയാണ്. സാമ്പത്തികമായ മേന്മ വന്നു ചേരുമ്പോൾ അറിഞ്ഞ് ചിലവാക്കുന്ന നിലവാരത്തിലേക്ക് ഈ നക്ഷത്ര ജാതർ എത്തിച്ചേരും എന്നുള്ളതാണ് എടുത്തു പറയാനായിട്ട് ഉള്ളത്. കന്നിരാശിക്കാരെ നക്ഷത്ര ജാതർക്ക് ഇതുപോലെയുള്ള ഒട്ടനവധി ഭാഗ്യങ്ങളാണ് ഈ ഗജകേസരി യോഗത്തിലൂടെ വന്നു ചേരുന്നത്. അതായത് ശരിക്കും ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുകയാണ്. ജീവിതത്തിന് തന്നെ മുന്നോട്ടുള്ള പോക്ക് തിരിച്ചറിഞ്ഞുള്ള പോക്കായി മാറുന്നതിന് വ്യാഴൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി ഉണ്ടാകുന്ന ഗജകേസരി യോഗം അനുഗ്രഹിച്ച് നൽകും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. കന്നിരാശിക്കാരായ യുവതി യുവാക്കൾക്ക് ജീവിതത്തിലൊരു പുതിയ മാനം കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ളതാണ്. വൈവാഹിക ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സം നേരിട്ട് നിൽക്കുന്നവരായിരുന്നുവെങ്കിലും ആ തടസ്സങ്ങൾ മാറി വളരെ ആഹ്ലാദപ്രദമായ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് കഴിയുക തന്നെ ചെയ്യും. പിന്നെ വിദ്യാഭ്യാസപരമായ പുരോഗതി, അതുപോലെ തന്നെ തൊഴിൽപരമായ പുരോഗതി, വൈദേശികമായിരിക്കുന്ന വിദേശ രാജ്യത്തേക്കൊക്കെ പോകുവാനുള്ള അവസരം തുടങ്ങി എല്ലാം കൊണ്ടും ഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹമാണ് വ്യാഴൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി എത്തിയിരിക്കുന്ന ഈ ഗജകേസരി യോഗത്തിലൂടെ കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെ മാന്യമായ സ്ഥാനം നിങ്ങളെ തേടിയെത്തും. ബിസിനസ് മേഖലയിലൊക്കെ വമ്പൻ സാധ്യത തെളിഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന കന്നി രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് ആ ജോലി തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് നിറയുന്ന വ്യാഴൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി ഉണ്ടാകുന്ന ഗജകേസരി യോഗത്തിലൂടെ 3 രാശിക്കാർക്കുണ്ടാകാൻ പോകുന്ന വമ്പൻ ഭാഗ്യങ്ങൾ, ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.